പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇറാനിലെ 2000 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി US അറിയിക്കുന്നു. രാജ്യത്ത് മരണസംഖ്യ 1000 കടന്നതായിട്ടാണ് റിപ്പോർട്ട്. 5402 പേർക്ക് പരിക്കേറ്റു. മരിച്ചതിൽ 181 പേർ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതേസമയം ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അജയ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇത് ഇറാൻ തുടങ്ങി വെച്ച യുദ്ധമാണ് എന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണം അതിശക്തമായി തന്നെ US-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നതും കൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും പറഞ്ഞത് അതുതന്നെയാണ്. യുദ്ധം നാളുകളോളം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ച് അധികം നാൾ ഉണ്ടാകുമെന്ന് നെതന്യാഹുവും സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ട്രംപ് പറയുന്ന ഒരു കാര്യം, ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ് എന്നത് പറയുന്നു. എന്നാൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്. ഇന്ന് 5-ാം ദിവസത്തിലേക്ക് എത്തുന്നു. എന്തായിരിക്കും ഇന്ന് കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത്? ആക്രമണം കൂടുതൽ കലുഷിതമായി തന്നെ പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത് ഈ ആക്രമണങ്ങളുടെ ഒരു വ്യാപ്തി സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഈ ചുവന്ന ഡോട്ടുകളുള്ളത് ഇറാനകത്ത് US-ഉം ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പ്രധാനമായിട്ടും വടക്കൻ മേഖലകളും വടക്ക് പടിഞ്ഞാറൻ മേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായിട്ടും US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണം. കാരണം ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ സർക്കാർ ഓഫീസുകൾ, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ടെഹ്റാനിൽ തന്നെ നിരവധി ഡോട്ടുകൾ കാണാൻ സാധിക്കും. ടെഹ്റാനിൽ ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സജീവമായി തന്നെ നിരവധി ഇപ്പോൾ ഡ്രോൺ അറ്റാക്കുകളാണെങ്കിലും മിസൈൽ അറ്റാക്കുകളാണെങ്കിലും ടെഹ്റാനിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ പലയിടത്തും ഇപ്പോഴും സംഘർഷം രൂക്ഷമാണ്. പിന്നെ തെക്കൻ മേഖലകൾ നോക്കുകയാണെങ്കിൽ അവിടെയും സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ വടക്കൻ മേഖലകളിലായിരുന്നു കൂടുതൽ ആക്രമണം. ഇപ്പോൾ തെക്കൻ മേഖലകളിലും ഈ ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മിനാബ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു സ്കൂളിൽ ആക്രമണം നടന്നതിൽ അതിൽ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ മരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അതൊരു തെക്കൻ നഗരത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ ഈ നീല ഡോട്ടുകളിൽ കാണുന്നത് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. അതായത് വിവിധ US സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ US എംബസികൾ, US കോൺസുലേറ്റുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. ഇത് ഇറാനിൽ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളെ അപേക്ഷിച്ച് ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ വ്യാപ്തി കുറവാണെങ്കിലും ഇതും കടുത്ത രീതിയിൽ തന്നെയുണ്ട്, നിരവധി ആശങ്കയുണ്ടാക്കുന്നതാണ്. പല രാജ്യങ്ങളിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലൊക്കെ ഒരു പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരുന്നു. അവിടെ ഒരു ഡ്രോണിൻ്റെ അവശിഷ്ടം വീണ് പരിക്കേറ്റ ഒരു പെൺകുട്ടിയുടെ മരണമാണ് ഇപ്പോൾ കുറച്ചു മുൻപേ സ്ഥിരീകരിച്ചത്. സൗദി ഇപ്പോൾ പറയുന്നുണ്ട് നിരവധി ഡ്രോണുകൾ അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പല രാജ്യങ്ങളും ഇതുപോലെ സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്രാൻസ് അടക്കം ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളോടും അതുപോലെ തന്നെ ജോർദാനോടും ഫ്രാൻസ് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഒരു സൈനിക കരാറിൽ. അതനുസരിച്ച് ഇവർക്കെതിരെ എന്തെങ്കിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ ജോർദാനെതിരെയും എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിന്തുണ നൽകാം എന്നുള്ള ഒരു കരാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫ്രാൻസും ഇപ്പോൾ മേഖലയിലേക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ അതുപോലെ മറ്റ് ആയുധങ്ങൾ ഇതെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ കൂടുതൽ എല്ലാ ആക്രമണങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റിയാദിലുണ്ടായിട്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദുബായിൽ ആക്രമണം നടന്നിരുന്നു. പലയിടത്തും UAE-യിലുള്ള ഒരു US കോൺസുലേറ്റിന് നേരെ ഇപ്പോൾ രാവിലെ ആക്രമണ ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് ഈ മിസൈൽ ഉടൻ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് അത് നശിപ്പിക്കുകയായിരുന്നു. UAE-യുടെ ഭാഗത്തുനിന്ന് UAE തന്നെ മിസൈൽ അയച്ച് അത് നശിപ്പിച്ചു. അങ്ങനെ US കോൺസുലേറ്റിൽ അങ്ങനെ UAE-യിലുള്ളത് ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ UAE-യിൽ തന്നെയുള്ള നിരവധി US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം ആക്രമണം നടന്നത് നമുക്ക് ഈ മാപ്പുകളിൽ നിന്ന് കാണാൻ സാധിക്കും. പല ഓയിൽ ടാങ്കുകളും നശിച്ചു. ഈ ഒമാനിൽ ആദ്യഘട്ടത്തിൽ ആക്രമണം ഒന്നുമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് വളരെ ശാന്തമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒമാനിലും ആക്രമണം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 2 സ്ഥലങ്ങളിലുള്ള US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്ന് നശിപ്പിച്ചു. അത് 2 ഡോട്ടുകളാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളത് അപേക്ഷിച്ച് ഒമാനിൽ കുറവാണ്. പക്ഷേ അവിടെയും
ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഒരു ന്യൂട്രൽ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേലിലും ആക്രമണം ശക്തം തന്നെയാണ്. അവിടെ ടെല്ലവീവ് അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലം അത് നിർണായകമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സൈപ്രസ് എന്ന് പറയുന്ന ഈ ദ്വീപിൽ പ്രധാനമായിട്ടും UK-യുടെ ഒരു വലിയ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സൈപ്രസിലെ ഈ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായി, അവിടുത്തെ റൺവേ തകർത്തു. അപ്പോൾ അങ്ങനെ ചില പശ്ചാത്തലമെല്ലാം അവിടെ സംഭവിച്ചിരുന്നു. അതിനുശേഷം UK ഇപ്പോൾ നിലവിൽ അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ യുദ്ധവിമാനങ്ങളും സാധന സാമഗ്രികളും എല്ലാം സൈപ്രസിലേക്ക് അയച്ച് അവിടുത്തെ സുരക്ഷ അത് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുദ്ധമുഖത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പുതിയ ഇതാണ് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തും ഇപ്പോൾ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലാണ് ലെബനനിലേക്ക് ഇപ്പോൾ ആക്രമണം അത് കടുപ്പിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇറാനെ സഹായിച്ചുകൊണ്ട് അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് രംഗത്ത് വന്നത് കാരണമാണ് ഈ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്നത് ലെബനനിലാണ്. അവിടുത്തെ മരണസംഖ്യ അടക്കം ഉയർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അവിടെ പുതുതായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ മരണസംഖ്യ 50 ആയിട്ടുണ്ട്. 335 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വിവരം എന്ന് പറയാനുള്ളത് ലെബനിലുള്ള ബാൽക്കൈം എന്ന് പറയുന്ന നഗരത്തിൽ 4 പേർ മരിച്ചു. അവിടെ 6 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇറാനിലും മരണസംഖ്യ വളരെ കൂടുതൽ തന്നെയാണ്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇറാനിൽ മരണസംഖ്യ 1000-ന് മേലെ കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5402 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഏതാണ്ട് 118 കുട്ടികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 181 കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള 181 കുട്ടികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ 100ഓളം കുട്ടികൾക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇറാനിൽ എന്തായാലും സാഹചര്യം അതിരൂക്ഷം തന്നെയാണ്. അവിടെ ഇപ്പോഴും പല മേഖലകളിലും സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടെ ഇറാൻ വ്യക്തമാക്കുന്നത് നിലവിൽ അവർ ചർച്ചകൾക്കൊന്നും തയ്യാറല്ല, അവർ കീഴടങ്ങാൻ തയ്യാറല്ല. അത് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാൻ പറയുന്നൊരു കാര്യം, ഇറാൻ ഇനി ചർച്ചകൾക്കൊന്നും നിൽക്കുന്നില്ല. ഇറാൻ ചർച്ചകൾക്ക് ആ സമയം ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നതായിരിക്കും ഇറാന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ചർച്ചകൾക്കൊന്നും തയ്യാറാവുന്നില്ല, ഞങ്ങൾ യുദ്ധവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെ പറയുന്നു ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങൾ കുറവായെന്ന്, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഉടനെ തന്നെ അവർ കീഴടങ്ങുമെന്നതാണ് US-ന്റെ വ്യാമോഹം. എന്നാൽ ഇറാൻ അവിടെ ശക്തമായി തന്നെ അവർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.